ഗൈസ് അങ്ങനെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പം എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? വാഴത്തോട്ടത്തിലേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ വാഴയൊക്കെ ഉണ്ടോയെന്ന് കണ്ടറിയാം. ഫുള്ളിവിടെ കാടാണ് ഗൈസ്. ഇവിടെ ഞങ്ങൾക്ക് ആരും വരാറില്ല. വാഴ നട്ടതിന് ശേഷം ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയും കാടുണ്ട് ഇവിടെ. അതെ, പാമ്പോ അട്ടയൊക്കെ ഉണ്ടാവും ഗൈസ്. അട്ടയുണ്ട്. എവിടെ വാഴ? ഗൈസ് അങ്ങനെ നമ്മൾ വാഴേൻ്റെ അടുത്തെത്തി. ഗൈസ് കുറേ വാഴകൾ. വേലി. ഞാൻ പൊട്ടെ അമ്മയുടെ ഇത് ഫോട്ടോ എടുത്തു വന്നു. അമ്മ കുഴിയുണ്ട്. ഓക്കെ. ഇതിൻ്റെ അകത്ത് കാടില്ല ഗൈസ്. നമ്മളിപ്പോൾ വാഴത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വാഴകളൊക്കെ ആരാ നട്ടേ? അമ്മയാണോ നട്ടത് ഈ വാഴകളൊക്കെ? ഇതാണ് അമ്മേൻ്റെ വാഴത്തോട്ടം. വാഴത്തോട്ടം എന്ന് പറയാനൊന്നും പറ്റില്ല, കാരണം ഇവിടെ ഒരു 10-15 വാഴകളേ ഇല്ല കേട്ടോ. താഴെയൊക്കെ വാഴയുണ്ട്. ഞാൻ ഈ വാഴ നട്ടതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഇവിടെ മുളയുണ്ടായിരുന്നു, അത് ഇവർ തീയൊക്കെ ഇട്ട് നശിപ്പിച്ചു. എവിടെ മഞ്ഞൾ? ഗൈസ് മഞ്ഞളുണ്ട് ഗൈസ്. നിങ്ങൾ ഈ ചെടി, അതായത് ഇത് മുള്ളുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരറിയോ? ഇതിൻ്റെ പേരാണ് റോസ്മേരി എന്നാണ്. റോസ്മേരി വാട്ടറൊക്കെ ഉണ്ടല്ലോ, ആ സാധനമാണ് കേട്ടോ ഈ ചെടി. കപ്പ, വാഴകൾ. ഇനി നമുക്ക് അമ്മൻ്റെ മഞ്ഞൾ കൃഷി കുറച്ചുള്ളൂ, അത്യാവശ്യത്തിനുണ്ട്. പിന്നെ അമ്മ നട്ട വാഴയ്ക്ക് കൊല പിടിച്ചു, അത്രയ്ക്കേ ഉള്ളൂ. വേറൊരു നാടൻ കൊല. വേറൊരു കൊല കൂടിയുണ്ട്. ഇവിടെ കാടൊന്നുമില്ലാത്തതൊന്നും അത്ര സീനില്ല. നെക്സ്റ്റ് കൊലയാണ് ഈ കൊല. മഴ വരുന്നുണ്ട് ഗൈസ്, മഴ വന്നു.